വന്യമൃഗാക്രമണം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന പ്രചാരണ വിഷയമാക്കി എൻഡിഎ. വിജയിച്ചാൽ പ്രഥമ പരിഗണന വന്യമൃഗാക്രമണങ്ങൾക്ക് പരിഹാരം കാണാനായിരിക്കുമെന്ന് അനിൽ ആന്റണി പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥികൾ വർഗീയത കുത്തിവെക്കാൻ നിരന്തരം ശ്രമിക്കുകയാണെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. പത്തനംതിട്ട തേക്ക് തോട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതും കഴിഞ്ഞ ദിവസം യുവാവിന് കാട്ടാനയുടെ ചവിട്ടേറ്റ് ഗുരുതര പരിക്കേറ്റതും എൻഡിഎ പ്രചരണത്തിൽ വിഷയമാക്കുന്നുണ്ട്. വന്യമൃഗ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാരിന് നൽകുന്നുണ്ടെന്നും എന്നാൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഇതിനെ നേരിടാനുള്ള എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ഈ ആനകളുടെ പ്രശ്നമൊക്കെ അതൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് കാട്ടിനകത്ത് തന്നെ മൃഗങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും എല്ലാം കിട്ടുന്ന രീതിയിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഓരോ പദ്ധതികൾ പല സംസ്ഥാനങ്ങളിലും നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അത് കേരളത്തിലും നടപ്പാക്കാൻ തീർച്ചയായിട്ടും നമ്മൾ സംസ്ഥാന സർക്കാരിന് എല്ലാ പിന്തുണയും നൽകും. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും ചട്ടലംഘനം നടത്തുന്നതായും NDA ആരോപിക്കുന്നു. LDF UDF സ്ഥാനാർത്ഥികൾ വർഗീയത കുത്തിവയ്ക്കാൻ നിരന്തരം ശ്രമിക്കുകയാണെന്നും അനിൽ ആന്റണി വിമർശിച്ചു. ശ്രീ തോമസ് ഐസക് അദ്ദേഹം വർഗീയത സമൂഹത്തിൽ കുത്തിവയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. പിന്നെ ഇത് രണ്ട് സ്ഥാനാർത്ഥികളും വർഗീയത കുത്തിവയ്ക്കാൻ വേണ്ടി നിരന്തരം ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് എങ്ങനെ ജാതിയും മതമൊന്നുമില്ല. നമ്മൾ മോദിജിയുടെ അതേ സങ്കല്പം തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഉള്ളത്. മണ്ഡലത്തിൽ വേണ്ടത്ര തൊഴിലവസരങ്ങളില്ലെന്നും യുവതി യുവാക്കൾ നിരാശരാണെന്നും NDA നേതൃത്വം പറയുന്നു. IT, ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് പത്തനംതിട്ടയിൽ സാധ്യതയുണ്ടെന്നും അത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ LDF UDF മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും NDA നേതൃത്വം വിമർശിക്കുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.